Hi friends, അപ്പോൾ ഗവൺമെന്റ് ജോലി സ്വപ്നം കാണുന്ന ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് നല്ലൊരു അടിപൊളി 2 പോസ്റ്റുകളാണ് ഏതെന്ന് പറയുന്നത് KSEB അസിസ്റ്റന്റ് എഞ്ചിനീയറും അതുപോലെ തന്നെ KSEB സബ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ എന്നായിരിക്കും, എക്സാംസുകൾ എന്നായിരിക്കും, എന്ന് പഠിച്ചു തുടങ്ങണം, എങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കുട്ടികളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഒരുപാട് പേര് അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ KSEB എയുടെയും അതുപോലെ സബ് എഞ്ചിനീയറിന്റെയും നോട്ടിഫിക്കേഷൻ കുറച്ച് വിവരങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പൊ അത് പറയുന്നതിന് മുമ്പ് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്, നമ്മുടെ KSEB എഞ്ചിനീയേഴ്സ് അസോസിയേഷന്റെ ഫേസ്ബുക്ക് പേജിൽ വന്നൊരു കാര്യമാണ്. അതായത് അവർ ഏകദേശം ഒരു 105 വേക്കൻസികളും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യാൻ, PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ KSEBയുടെ ഡയറക്ടർ ബോർഡ് ഈ പറയുന്ന 105 വേക്കൻസിയും കൂടെ PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് പത്രത്തോളം എന്ത് ചെയ്യും, ആ ഒരു വേക്കൻസിയിലോട്ടും കൂടെ ഉള്ള ആളുകൾക്ക് അഡ്വൈസ് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഈ കറന്റ്ലി ഉള്ള റാങ്ക് ലിസ്റ്റ് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ നിലവിലുള്ള, നിങ്ങൾക്കറിയാം 2023 ലാസ്റ്റ് KSEB എക്സാം നടന്നത്. അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് 2024 അപ്പൊ ആ റാങ്ക് ലിസ്റ്റിൽ ഇതുവരെ 260 അഡ്വൈസ്, ഞാൻ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ നോട്ടിഫിക്കേഷനിൽ 6 വേക്കൻസിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും 260 അഡ്വൈസ് ഇതുവരെ ഒരു ജംബോ, നിങ്ങൾ ആലോചിക്കണം, ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം പോസ്റ്റിലോട്ടാണ് ഇത്രത്തോളം വലിയൊരു ജംബോ അഡ്വൈസ് 260 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ട്. അപ്പൊ ഇനിയും അതിലോട്ട് ഇത്രത്തോളം ഈ പറയുന്ന ഈ ഒരു വേക്കൻസികളിലോട്ടും കൂടെ എന്താണ് അത് റിപ്പോർട്ട് ചെയ്ത് അതിലോട്ടും കൂടെ നിയമനം നടത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തത്വത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, തീരുമാനമായിട്ടുണ്ട്. അപ്പൊ എന്നാലും ഇത്രത്തോളം പോസ്റ്റുകളിലോട്ട് ഈ ഒരു റാങ്ക് ലിസ്റ്റ് പോകാൻ ചാൻസ് കുറവാണ്. അപ്പൊ എന്തായിരിക്കും ബാക്കിയുള്ള നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു റാങ്ക് ലിസ്റ്റ് തന്നെ, അതായത് അടുത്തൊരു എക്സാം നടത്തി വരുന്ന റാങ്ക് ലിസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. അതിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ഈ പറയുന്ന 105 വേക്കൻസി ഒന്നുമല്ല, അതിലേറെ ഇനിയും ഒരുപാട് വേക്കൻസികൾ ഈ പറയുന്ന നമ്മുടെ KSEBയിൽ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, അതൊക്കെ സമയബന്ധിതമായിട്ട് ഫില്ല് ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് വേക്കൻസികൾ ഇനിയും വരുന്നുണ്ട്. അപ്പൊ നമ്മള് KSEB അതുപോലെ സബ് എഞ്ചിനീയറിന്റെ കഴിഞ്ഞ ലാസ്റ്റിലുള്ള എക്സാംസിന്റെ കുറച്ച് ഡീറ്റെയിൽസ് വെക്കാം. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഈ വർഷം അല്ലെങ്കിൽ ഇനി എന്നാണ് നമ്മുടെ സബ് എഞ്ചിനീയറും അതുപോലെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏകദേശം നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇത് കഴിഞ്ഞ എക്സാം ലാസ്റ്റ് ടൈം നടന്നിട്ടുള്ള KSEB എക്സാമിന്റെ നോട്ടിഫിക്കേഷൻസ് ആണ്. ഓക്കെ, കാറ്റഗറി നമ്പർ 439/2022 ആയിരുന്നു. അതായത് 2022 അവസാനത്തോട് കൂടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകാം, 2022 നവംബറിൽ നോട്ടിഫിക്കേഷൻ വന്ന് ഏതായിരുന്നു, നമുക്ക് 2022 ഡിസംബറിലായിരുന്നു ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ നിങ്ങൾ നോക്ക്, വേക്കൻസി കൊടുത്തിട്ടുള്ള എത്രയാണ്, 6 ആണ് വേക്കൻസി കൊടുത്തിട്ടുള്ളത്. അതിന്റെ സ്കെയിൽ ഓഫ് പേ ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ നിങ്ങൾ പഠിച്ച് റാങ്ക് വാങ്ങിയാൽ മതി. നിങ്ങൾ പഠിച്ച് റാങ്ക് വാങ്ങിയാൽ PSC നിങ്ങൾക്ക് ഈ ഒരു, അല്ലെങ്കിൽ KSEB നിങ്ങൾക്ക് ഈ ഒരു സാലറി തരും. ഓക്കെ, 40,000 to 81,000 വരെയാണ് നമ്മുടെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. അപ്പോ ഇത് 2022 അവസാനം വിളിച്ചു. ഇതിന്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത്, നമുക്കിത് 6 മാസം തന്നെ കഴിഞ്ഞിട്ട് 2023 നമുക്ക് എന്താണ് കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ ജൂൺ 30, 2023 ജൂൺ 30 ഇതിന്റെ എക്സാം വന്നത്. റാങ്ക് ലിസ്റ്റ് വന്നത് ഡിസംബർ 12 അല്ലെ, ഡിസംബർ 12 2024 ഡിസംബർ 12 2024 റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കുക തന്നെ 2025 നമ്മൾ എന്ത് ചെയ്തു, 2024 അവസാന റാങ്ക് ലിസ്റ്റ് വന്നു. 2025 ഡിസംബർ കഴിഞ്ഞു. ഇപ്പൊ അതിന് 2026 ഡിസംബർ. നമുക്കറിയാം ഏകദേശം ഒരു 2 വർഷമൊക്കെ കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അതായത് ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്ന് ഒരു 2 വർഷം ഏകദേശം എത്തുമ്പോഴാണ് ഇപ്പൊ പൊതുവെ ടെക്നിക്കൽ എക്സാംസുകളിലൊക്കെ PSC എന്ത് ചെയ്യുന്നത്, പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നത്. നിങ്ങൾ ബാക്കിയുള്ള എക്സാംസുകളുടെ സിവിലിന്റെ അതുപോലെ ഇലക്ട്രിക്കലിന്റെ തന്നെ നമ്മുടെ ബാക്കിയുള്ള എക്സാംസുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ 2026 ഡിസംബർ അല്ലെ, ഇപ്പൊ 2026 ആണല്ലോ, ഈ 2026 ഡിസംബർ ഒക്കെ ആകുന്ന സമയങ്ങളിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, 2 വർഷം കംപ്ലീറ്റ് ആകുന്നത് ഈ ഒരു പറയുന്ന റാങ്ക് ലിസ്റ്റിന്റെ. അപ്പോൾ നമുക്ക് 3 വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. പക്ഷെ അതുവരെ എന്ത് ചെയ്യാറില്ല, നമുക്ക് നിൽക്കാറില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന
KCBA നോട്ടിഫിക്കേഷൻ. അതുകൊണ്ട് തന്നെ ഈ 2026 ലാസ്റ്റിലായിട്ടോ അല്ലെങ്കിൽ 2027 ഒരു ഫസ്റ്റിലായിട്ട് അല്ലെ, ലാസ്റ്റിൽ 1-2 മാസം അല്ലെങ്കിൽ ഫസ്റ്റിൽ 2-3 മാസങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം KCBA നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ നോക്കി, ഇത് ലാസ്റ്റ് നടന്ന അതിന്റെ എക്സാമിന്റെ ഡീറ്റെയിൽ ആണ്, PSCയുടെ സൈറ്റിലുള്ളതാണ്. അപ്പൊ നമ്മുടെ എന്താണ് റാങ്ക് ലിസ്റ്റ് എഫക്റ്റീവ് വന്ന ഡേറ്റ് ആണ് 12/12/2024. നിങ്ങൾ നോക്കണോ, ലാസ്റ്റ് അഡ്വൈസ് പോയത് 2025 ഒക്ടോബറിലാണ്. അതുവരേക്കും ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടാവും, ഞാനിപ്പോൾ എടുത്തത് അപ്ഡേറ്റ് ആയതാണ്, അതുവരേക്കും 260 അഡ്വൈസ് പോയിട്ടുണ്ട് അല്ലെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ റാങ്ക് ലിസ്റ്റിൽ ഏകദേശം 300-350 ആണ് മെയിൻ ലിസ്റ്റിൽ വരുന്നതെന്ന് തോന്നുന്നു ഏകദേശം വരുന്നത്. അപ്പോൾ ഇത് അതിന് 105 വേക്കൻസിയും കൂടെ PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ തത്വത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, തീരുമാനമായിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം പേര്, അതും കുറെ പേര് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ എടുക്കും. അപ്പൊ ഏകദേശം ഈ ഒരു റാങ്ക് ലിസ്റ്റിലുള്ള 350ഓളം വരുന്ന നമ്മുടെ മെയിൻ ലിസ്റ്റിലുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്ത് ചെയ്യും, അഡ്വൈസ് എന്ത് ചെയ്യും, ഈ ഒരു പറയുന്ന സംബന്ധിച്ച് അഡ്വൈസ് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞ അത് വേറെ ഒരുപാട് ലിസ്റ്റുകൾ എഫക്റ്റീവ് ചെയ്യും. എങ്ങനെ ഈ KCBA ആവുമ്പോൾ അതിൽ കുറെ പേരൊക്കെ നമ്മുടെ ഓവർസിയർ ലിസ്റ്റിലുള്ളവരെ, സബ് എഞ്ചിനീയർ നമ്മുടെ KCB സബ് എഞ്ചിനീയർ ലിസ്റ്റിലുള്ളവരെയും അതുപോലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, അങ്ങനെ ഒരുപാട് ലിസ്റ്റിലുള്ളവരായിരിക്കും. അപ്പൊ അവരൊക്കെ എന്തായാലും A കിട്ടി അതിലോട്ടായിരിക്കും മാറുന്നുണ്ടാവുക. അപ്പൊ അതിനനുസരിച്ച് എവിടെ വേക്കൻസി വരും, ഈ പറയുന്ന സബ് എഞ്ചിനീയറും ഓവർസിയറും അതുപോലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ പോസ്റ്റുകളിലൊക്കെ എന്ത് വരും, വേക്കൻസി വരും. അപ്പൊ അതിലും എന്ത് ചെയ്യും, കൂടുതൽ റാങ്കുകളിലോട്ട് എന്ത് ചെയ്യും, അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ക്ലിയർ. അപ്പൊ KCBA ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2026 അവസാനത്തോട് കൂടിയിട്ടോ അല്ലെങ്കിൽ അടുത്ത വർഷം 2027 ആദ്യത്തോട് കൂടിയിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത KCB അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. വിത്തിൻ അത് കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്കറിയാം ഇപ്പൊ എക്സാംസുകളൊക്കെ എന്ത് വരുന്നുണ്ട്, എക്സാമുകൾ PSC എക്സാംസുകളൊക്കെ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ എക്സാം നടക്കുന്നുണ്ട്. ഇനി അതുപോലെ അടുത്തൊരു ഡൗട്ട് വരുന്നത് സബ് എഞ്ചിനീയറിനെ കുറിച്ചായിരിക്കും. അപ്പൊ നമുക്കറിയാം നമ്മുടെ A എന്ന് പറയുന്നത് ബിടെക് ആണ്, ബിടെക് ഇലക്ട്രിക്കൽ ആണ് ക്വാളിഫിക്കേഷൻ വരുന്നതെങ്കിൽ സബ് എഞ്ചിനീയർ ബിടെക്കുകാർക്കും ഡിപ്ലോമക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിപ്പോ ലാസ്റ്റ് KCB സബ് എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. കാറ്റഗറി നമ്പർ 553/2021 2021 നോട്ടിഫിക്കേഷൻ വന്നത്. ഇതും തന്നെ 2021 അവസാനമാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ അന്ന് നോട്ടിഫിക്കേഷനിൽ അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്കറിയാം അതിനനുസരിച്ച് എന്തായാലും എന്ത് പോയിട്ടുണ്ടാവും, അഡ്വൈസും പോയിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് സബ് എഞ്ചിനീയറിന്റെ എക്സാം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് 10/02/2023 അതായത് 2023 അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് നോട്ടിഫിക്കേഷൻ 2022 ലാസ്റ്റ് ഡേറ്റിൽ അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ ആ പറയുന്ന 2020 ഏകദേശം ഒരു വർഷം അല്ലെ, ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാം നടന്നിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റ് വരുന്നതോ, റാങ്ക് ലിസ്റ്റ് ആ വർഷം തന്നെ, അതായത് November 21 2023 November 29 നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കണോ, അതായത് അഡ്വൈസ് 691 അഡ്വൈസ്. അതായത് ലാസ്റ്റ് അഡ്വൈസ് പോയത് റാങ്ക് ലിസ്റ്റ് വന്ന ഡേറ്റ് ആണിത്. ലാസ്റ്റ് അഡ്വൈസ് പോയത് ഈ പറയുന്ന 2025 ഡിസംബറിലാണ്. അതുവരേക്കും ഏകദേശം 700 റാങ്ക് വരെ അല്ലെ, റാങ്ക് നല്ല ഏകദേശം 700 ആളുകൾക്ക്, റാങ്ക് പിന്നെ ജനറലിലും OBC അതിനനുസരിച്ച് മാറ്റം വരും. എന്നാലും 700-ന് ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ വേക്കൻസിയിൽ 130 സംതിങ് ആണ് പറയുന്നത്. ഇത്രത്തോളം എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വൈസ്. കാരണം ഈ റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് ആളുകൾ AE ആയിട്ട് അല്ലെ, ഓൾമോസ്റ്റ് എനിക്ക് തന്നെ അറിയാം ഒരുപാട് നമ്മുടെ സബ് എഞ്ചിനീയറിലുള്ള AEയിലുള്ള ഒരുപാട് ആളുകൾ ഈ സബ് എഞ്ചിനീയറിലുണ്ട്. അപ്പൊ ആദ്യം അവർക്ക് സബ് എഞ്ചിനീയർ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതിനുശേഷം അവർക്ക് KCBA കിട്ടുന്നത് എന്തായാലും മാറും. അതുപോലെ ലെക്ചർ ഇൻ പോളിടെക്നിക് അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റുകളിലോട്ടൊക്കെ ഇതിന് മാറിയിട്ടുണ്ടാവും. എന്നാൽ പോലും അപ്പൊ നമ്മൾ ഒരു ഏകദേശം 700 വരെയൊക്കെ അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞത് ഇവിടെ നോക്കുന്നതിന് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് 2023 നവംബറിലാണ്. അതായത് 2024 നവംബർ 25 നവംബർ 2 വർഷം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഏകദേശം നമുക്ക് സബ് എഞ്ചിനീയർ എന്ത് ചെയ്യാം, ഈ അടുത്ത് തന്നെ നമുക്ക് അതിന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞത് 2 വർഷം ഇപ്പൊ നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നിട്ടായി അല്ലെ, 3 വർഷമാണ് കാലാവധി ഉള്ളത്. അപ്പൊ ഈ വർഷം തന്നെ ഈ 2026 നവംബറോട് കൂടിയിട്ട് കാലാവധി തീരും. അപ്പോൾ അതുവരെ അവർ വെയിറ്റ് ചെയ്യില്ല, ആ കാലാവധി തീരുന്ന സമയമാകുമ്പോഴത്തേന് എക്സാം നടത്തി കഴിയാറുണ്ട് സാധാരണ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സബ് എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്
നമ്മൾ എയുടേത് പറഞ്ഞു. അതുപോലെ സബ് എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വർഷം തന്നെ ഈ 2026 ഒരു ഏപ്രിൽ മുതൽ, ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ, ഞാനൊരു ഓഗസ്റ്റ് വരെ എടുക്കുന്നു. ഈ പറയുന്ന ഒരു മാസങ്ങൾക്കുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ ഒരു മാസങ്ങൾക്കുള്ളിൽ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, KCB സബ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ചാല് ബിടെക്കാർക്കും ഡിപ്ലോമക്കാർക്കും പറ്റും. നമ്മളൊന്ന് നല്ല രീതിയിൽ ഒന്ന് ആഞ്ഞിറങ്ങിയാൽ, നമ്മളൊന്ന് തുനിഞ്ഞിറങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന 700 വരെ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് എന്താ, ഞാൻ ചിലപ്പോൾ അതിനപ്പുറം പോവാട്ടോ, അടുത്ത റാങ്ക് ലിസ്റ്റിൽ ഞാനൊരു ഏത് പറയുന്നതാണ്, എന്തായാലും ഒരു 500-ലും താഴെ റാങ്ക് വന്നാൽ തന്നെ KCB സബ് എഞ്ചിനീയർ നമുക്ക് ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ വലിയൊരു തിരക്കേടില്ലാത്ത രീതിയിൽ പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, KCB സബ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നല്ലൊരു റാങ്ക് നമുക്ക് മേടിച്ചെടുക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞവരൊക്കെ എനിക്കറിയാം ഒരുപാട് ആളുകൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് പേഴ്സണലായിട്ട് അറിയുന്നവരും അതുപോലെ തന്നെ നമ്മുടെ ബാച്ചുകളിലുള്ളവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഇൻസ്പെക്ടറിന് പഠിച്ച കുട്ടികൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, അപ്പൊ അവർ അതിൽ നല്ല മാർക്ക് സ്കോർ ചെയ്തവരുണ്ട്, അവർ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ വരുന്ന സബ് എഞ്ചിനീയറും അതുപോലെ തന്നെ എയ്ക്കൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ കുറെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിപ്പോ ഈ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം നടന്ന് റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുക്കൂല എന്നുള്ളത്. സമയം എടുക്കും അല്ലെ, അപ്പൊ നമ്മൾ 2 മാസം കൊണ്ട് എന്തായാലും നടക്കൂല. എന്നാലും PSC നമ്മൾ പഴയ കാലങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഒരുപാട് സ്പീഡ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സബ് എഞ്ചിനീയർ തന്നെ ഒരു ഏപ്രിൽ ഓഗസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് വരുന്നു, നോട്ടിഫിക്കേഷൻ വരുന്നു. ഈ 2026 അവസാനത്തോട് കൂടിയിട്ട് എക്സാം വരുന്നു, 2026 ഒരു പകുതിയോട് കൂടിയിട്ട് റിസൾട്ട് വരുന്നു, റാങ്ക് ലിസ്റ്റ് വരുന്നു. 2027 അല്ലെ, ഒരു 2027 ലാസ്റ്റ് ആവുന്നതോടെ നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുന്നു അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1.5 വർഷം വെയിറ്റ് ചെയ്താലും ഗവൺമെന്റ് ജോലിയാണ്, നമ്മൾ പഠിച്ച ഫീൽഡിൽ തന്നെയുള്ള ഒരു ജോലിയാണ് കിട്ടാൻ പോകുന്നത്. നമ്മൾ പഠിച്ച ഫീൽഡിൽ ഒരു ഗവൺമെന്റ് ജോലി കിട്ടി നാട്ടിൽ സെറ്റിൽ ആവുക എന്ന് പറഞ്ഞാൽ അതിന് ഇത്തിരി വെയിറ്റ് ചെയ്താലും എന്താണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇല്ലല്ലോ അല്ലെ, അതൊരു പവറാണ് അല്ലെ. നമ്മൾ ഇത്ര വെയിറ്റ് ചെയ്താലും നമുക്ക് എന്തില്ല, ഒരു പ്രശ്നമില്ല. അപ്പൊ എന്താണ്, പക്ഷെ ഞാൻ പറഞ്ഞത് ഈ ടൈം എന്ന് പറയുന്നത്, സമയം എന്ന് പറയുന്നത് നമുക്കിങ്ങനെ തോന്നും ഒരുപാട് സമയം ഉണ്ടല്ലോ എന്നുള്ളത്, പക്ഷെ നമുക്ക് അതിന് അത്രത്തോളം പഠിക്കാനുണ്ട്. നിങ്ങൾക്കറിയാം പണ്ടത്തെ പോലെയുള്ള ടെക്നിക്കൽ എക്സാംസുകളിൽ നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ ആണ്, നല്ല കട്ട് ഓഫ് മാർക്കുകളാണ് വരുന്നത്. ഈ പറഞ്ഞ സബ് എഞ്ചിനീയറിന്റെയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ ഒക്കെ ലാസ്റ്റ് എക്സാമിലെ കട്ട് ഓഫ് മാർക്ക്, ഓരോ മാർക്ക് കിട്ടിയാൽ എത്ര റാങ്ക്, ആ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ ഉടനെ വരും. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ മനസ്സിലാവും നല്ല രീതിയിൽ കോമ്പറ്റീഷൻ മുൻകാലങ്ങൾ അപേക്ഷിച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന 6 മാസം, ഒരു കൊല്ലം എന്തല്ല, വലിയൊരു സമയമല്ല. അതായത് നിങ്ങൾ എയ്ക്കാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 2026 അവസാനം അല്ലെങ്കിൽ 2027 ഫസ്റ്റോട് കൂടിയിട്ട് KCB അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ എക്സാം നമുക്ക് എന്ത് ചെയ്യാം, 2027 ഒരു പകുതിയൊക്കെ ആകുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുന്നിൽ എന്തേ ഉള്ളൂ, ഒരു 1.5 വർഷം നമ്മുടെ മുന്നിലുള്ളൂ. ഒരു KCB എയ്ക്കൊക്കെ ഫ്രഷ് ആയിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ വളരെ വൃത്തിയോട് കൂടിയിട്ട് എല്ലാ ടോപ്പിക്സുകളും സിലബസും കവർ ചെയ്ത് പെർഫെക്റ്റ് റിവിഷനോട് കൂടിയിട്ട് പഠിക്കാനുള്ള ഒരു സമയം തന്നെയാണ് ഈ ഒരു 1 ഇയർ എന്നൊക്കെ പറയുന്നത്. ഇനി അതല്ല സബ് എഞ്ചിനീയർ ആണെങ്കിലും നമുക്കൊരു 8 മാസം 10 മാസമൊക്കെ വളരെ വൃത്തിയോട് പഠിക്കാൻ നമുക്ക് വേണം. അതിനുള്ളൊരു സമയമുള്ളൂ. ഇതിപ്പോ ഫെബ്രുവരി ആയി അല്ലെ, ഇപ്പൊ ഈ ഒരു വർഷം ലാസ്റ്റ് നവംബർ ഡിസംബറിലൊക്കെയാണ് നമ്മുടെ സബ് എഞ്ചിനീയറിന്റെ എക്സാം എങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു 8 മാസമേ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇനി കാത്തു നിൽക്കാൻ സമയമില്ല. നിങ്ങൾ ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളൊരു ഗവൺമെന്റ് ജോലി, നിങ്ങൾ പഠിച്ച ഒരു ഫീൽഡിൽ തന്നെ ഗവൺമെന്റ് ജോലി സ്വപ്നം കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു അവസരമാണ് KCB സബ് എഞ്ചിനീയർ അതുപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. അപ്പൊ അതിന് പഠിച്ച് നല്ലൊരു റാങ്ക് വാങ്ങി ഒരു ജോലി കിട്ടണമെങ്കിൽ ഇതാണ് സമയം. ഇപ്പോഴാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. എത്ര നേരത്തെ തുടങ്ങുന്നോ അത്രത്തോളം മികച്ച റാങ്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് എന്ത് ചെയ്യാം, നമുക്ക് ജോലിയിൽ കയറാം. അതല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റിൽ വരാം, അതല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ അവസാനമൊക്കെ വന്നതിന് ശേഷം കിട്ടൂലേ എന്ന് കരുതി വെറുതെ സമയം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടെൻഷൻ അടിച്ച് കളയേണ്ടി വരും. അതിന് പകരം നല്ലൊരു റാങ്ക് ഒരു 100ന്റെ ഉള്ളിലോ 50ന്റെ ഉള്ളിലോ പോലുള്ള നല്ലൊരു റാങ്ക് നേടിയെടുക്കുകയാണെങ്കിൽ ഒരു ടെൻഷനും കൂടാതെ നമുക്ക് എന്ത് ചെയ്യാം, ജോലി കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നു നാളേക്ക് പോലും മാറ്റി വെക്കരുത്. നിങ്ങൾ ഈ വീഡിയോ ഇപ്പൊ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം അവസാനം നടന്ന KCB സബ് എഞ്ചിനീയറിന്റെയും അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെയും ക്വസ്റ്റ്യൻ പേപ്പറുകളും അതുപോലെ സിലബസും എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നത്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതെന്ന് നല്ല രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഈ ഒരു നിമിഷം മുതൽ
മുതൽ അല്ലെ ഈ ഒരു വീഡിയോ തീർന്ന നിമിഷം മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. നല്ലൊരു റാങ്ക് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഞാനിത് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ ഒരു സബ് എഞ്ചിനീയർ AE എക്സാംസുകളുടെ ഡീറ്റെയിൽസ്, സിലബസ് അനാലിസിസ്, PYQ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, സോ എല്ലാവർക്കും താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.